Hi, hello, welcome back to Tech Layer. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നത്തിങ് ഫോൺ 1നെ കുറിച്ചാണ്. അപ്പോൾ നത്തിങ് ഫോൺ 1 എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ തന്നെ ഡീറ്റെയിൽഡ് റിവ്യൂ, ബാക്കിയുള്ള ഫോണുകളിൽ നിന്നും നത്തിങ് ഫോൺ 1നെ എന്താണ് മാറ്റി നിർത്തുന്ന ഫാക്ടർ. ഒരു പുതിയൊരു കമ്പനിയാണ് നത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു നത്തിങ് ഇയർ 1. അതിൻ്റെ ഏകദേശം ഒരു ടീം അവർ ഈ ഒരു നത്തിങ് ഫോണിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നത്തിങ് ഫോണിൻ്റെ ഒരു എക്കോസിസ്റ്റം അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 2000 സബ്സ്ക്രൈബർ എത്താറായിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പറാകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രാൻഡാണ് OnePlus എന്നുള്ളത്. ഈ ഒരു OnePlusൻ്റെ ഫോർമർ ചീഫായിട്ടുള്ള ആളാണ് ഈ ഒരു നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു OnePlus എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കൊണ്ടുവന്ന ഒരു ക്വാളിറ്റി അവർ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നമ്മൾ ഉണ്ട്. അതുപോലെ തന്നെ അവർ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്, ബാക്കിയുള്ള ഫോണുകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന OS ആണെങ്കിലും ഫോൺ കാണുന്ന ലുക്കിലാണെങ്കിലും രണ്ടിലും നല്ല രീതിയിൽ മാറ്റമുണ്ട്. ബാക്കിയുള്ള ഒരു ഫോണുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് അവർ ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മുന്നിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇവരൊരു പുതിയ കമ്പനിയാണ്. ഇവരുടെ ഫസ്റ്റ് ഫോണാണ് നത്തിങ് ഫോൺ 1. അപ്പോൾ ഇതിനു മുമ്പ് ഇവർ ഒരു ഫോണും ഇറക്കിയിട്ടില്ല. ഇതാണ് അവരുടെ ഫസ്റ്റ് ഫോൺ. അതായത് സെയിലിൽ വരുന്ന ഇവർ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫോണാണ് നത്തിങ് ഫോൺ 1. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ഒരു പ്രോഡക്റ്റാണ്, ഈ ഒരു ലോകത്തേക്ക് വരുന്ന പുതിയൊരു പ്രോഡക്റ്റാണ് ഈ ഒരു നത്തിങ് ഫോൺ 1 എന്ന് പറയുന്നത്. അപ്പം ആളുകൾക്ക് ഇതെങ്ങനെ അക്സെപ്റ്റബിൾ ആകും, അതായത് ഇവർ കുറേയധികം കാര്യങ്ങൾ ഉള്ളത് എടുത്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ആളുകൾ എങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ നമ്മളിപ്പം മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ ഇതിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് വരുന്ന ഫോൺസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ബ്രാൻഡിൻ്റെ ഇഷ്ടംപോലെ ഫോൺസ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ഫോണൊക്കെ ചൂസ് ചെയ്യാതെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫോണിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ ഈ ഒരു ഫോൺ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കോമ്പറ്റീഷൻ ലെവലാണ്. ഇപ്പം ഇവർ ഈ ഒരു ഫോൺ ഇറക്കിയേക്കുന്ന പ്രൈസ് സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻ്റാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് ഇഷ്ടം പോലെ ബ്രാൻഡ്സ് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അവരുടെ ആ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഇവരുടെ ഈ ഒരു ഫോണിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇവർ ഈ ഒരു ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കാം. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയതാണോ ഈ ഒരു ഫോൺ, അല്ലെങ്കിൽ ഈ ഫോണിൽ ബാക്കിയുള്ള ഫോണുകളിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റിന് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ സൈഡിലോട്ട് തന്നെ പോകാം. കാരണം ഇത് ഡിസൈനിനെ ഫോക്കസ് ചെയ്ത് ഇറക്കിയ ഒരു ഫോൺ തന്നെയാണ്. ഇത് 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും. നമ്മുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ, ഈ 2 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആപ്പിളിൻ്റെ ഐഫോണിന് സിമിലറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനും സൈഡിലെല്ലാം അലൂമിനിയം ഫ്രെയിമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഫ്രെയിമിങ്ങിൻ്റെ ഡിസൈനും പിന്നെ ബാക്കിലത്തെ ക്യാമറയുടെ പൊസിഷനും പിന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസ്പ്ലേയുടെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആപ്പിളിൻ്റെ ഐഫോൺ കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് കുത്തിച്ചാരി വെക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ നേരെ ഒന്ന് വെക്കുകയാണെങ്കിൽ ആ ഫോൺ അങ്ങനെ തന്നെ ഇരുന്നോളും, താഴോട്ടൊന്നും മറിഞ്ഞ് വീഴത്തില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഫോൺ വന്നിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 2 ക്യാമറാസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 50 MB ഒരു സോണിയുടെ മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ആ ഒരു ബാക്കിൽ നമുക്ക് കുറേയധികം LED ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അത് അവിടെ ഇവിടെയായിട്ട് നമുക്ക് ക്യാമറയുടെ ചുറ്റിലും LED ലൈറ്റ് കാണുന്നുണ്ട്, ക്യാമറയുടെ അടുത്ത് LED ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ചാർജിങ് വയർലെസ് ചാർജിങ് കോയിലിൻ്റെ ചുറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അടിയിൽ എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ രീതിയിലും ഒരു LED ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം മൾട്ടി ഫങ്ഷണൽ കസ്റ്റമൈസബിൾ LED ലൈറ്റ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡോട്ട് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇതിലവർ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ഡിസൈൻ വർക്കൊന്നും ചെയ്യാൻ പോയിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബാക്ക്. ആ ഒരു ഗ്ലാസ് ബാക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ അവിടെ നമുക്ക് LED ലൈറ്റ്സും ആ ഒരു വയർലെസ് ചാർജിങ് കോയിലും അതിനോടൊപ്പം തന്നെ
കുറച്ചും കൂടി ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ അതിനകത്ത് സ്ക്രൂസ് വരെ നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ നത്തിങ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു എഴുത്ത് വന്നിരിക്കുന്നത് തികച്ചും ഡോട്ട് വെച്ചാണ്, അതായത് ഫുള്ളും ഡോട്ട് വെച്ച് തന്നെയാണ് ആ ഒരു ബ്രാൻഡിൻ്റെ നെയിം എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ഇവരുടെ UIയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡോട്ട് വരത്തക്ക രീതിയിലാണ് ഇവരുടെ എല്ലാ ടെക്സ്റ്റുകളും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്രേസി ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഐഫോണിൻ്റെ ബാക്കിൽ നമുക്ക് സ്കിന്ന് മേടിക്കാൻ കിട്ടും. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഏത് ഫോണാണെങ്കിലും സ്കിൻസ് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അപ്പം ഈ നത്തിങ് ഫോണിൻ്റെ സ്കിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു ഐഫോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം രണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു സിമിലറായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. ചെറിയൊരു കോപ്പിയുടെ ഇല്ല എന്നൊക്കെ തോന്നും. അത് തിരിച്ചും യാദൃശ്യമാണ്. ഐഫോണിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവർ ഈ ഒരു നത്തിങ്ങിൽ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നെന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ഏറ്റവും മെയിൻ ഫാക്ടറായിട്ടുള്ള ആ ഒരു LED ലൈറ്റ്സിലോട്ട് പോകാം. ആ ഒരു LED ലൈറ്റ്സ് ഒരു യൂണീക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോൺസിൽ LED വരുന്ന ഒന്നെങ്കിൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റിലും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു LED ലൈറ്റിൻ്റെ സെറ്റപ്പ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളും അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അവർ ആ ഒരു LED ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കസ്റ്റമൈസബിൾ ആണ് ആ ഒരു LED ലൈറ്റ്സ് ഒക്കെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ചുറ്റിലും LED ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്യാമറയുടെ അടുത്തായിട്ട് നമുക്ക് ചെറിയ ഒരു ലൈന് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വയർലെസ് ചാർജിങ് കോയിലിന് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അടിയായിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ രൂപത്തിലും ഈ ഒരു LED ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു LED ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യമാണ് ഇത് നമുക്ക് റിംഗ് ടോണുമായിട്ട് സിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന റിംഗ് ടോൺസിന് അനുസരിച്ച് ഇത് സിങ്ക് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫോമിൽ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളിപ്പം എന്തെങ്കിലും റിംഗ് ടോൺ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പം ആ ഒരു റിംഗ് ടോൺ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ലൈറ്റ്സും അതിൻ്റെ ഒരു പാറ്റേണിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് നമ്മൾ ഫോൺ ഇങ്ങനെ തലകുത്തി വെച്ച്, അതായത് മറിച്ച് വെച്ച് ഡിസ്പ്ലേ താഴെ വരത്തക്ക രീതിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫോണിൽ എത്ര ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്ന ഇൻഡിക്കേറ്റർ നമുക്ക് ആ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഏറ്റവും അടിയിൽ വന്നിരിക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും ഫോണ് എൻ്റെ ചാർജ് ആയിട്ടുണ്ടെന്ന്. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കെട്ടു പോകും. നമ്മൾ പിന്നെ ഫോൺ രണ്ട് പ്രാവശ്യം ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും അതൊന്ന് വേക്കായിട്ട് എത്ര % ചാർജ് കയറിയിട്ടുണ്ടെന്ന് ഒരു ഡയഗ്രാം രൂപത്തിൽ നമുക്കത് കാണിച്ചു തരും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിങ്ങാണ്, നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനുള്ള ഒരു ഇൻഡിക്കേറ്റർ, LED ലൈറ്റ് ഇൻഡിക്കേറ്റർ ഏറ്റവും അടിയിൽ വന്നിരിക്കുന്ന ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്യുമ്പം അത് നമ്മുടെ സൗണ്ടിനനുസരിച്ച് അതൊന്ന് ബീറ്റ് ചെയ്യും. നമ്മൾ എത്രത്തോളം ലൗഡാണ് സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ അതൊന്ന് ബീറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ സ്റ്റൈൽ എടുത്ത് നിൽക്കുക അല്ലെങ്കിൽ സ്റ്റൈൽ എടുത്ത് കാണിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവർ. പാക്കേജ് മേടിക്കാൻ നമ്മൾ ഡിസൈൻ ഉള്ളതൊന്നും മേടിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് തന്നെ മേടിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നേരെ ക്യാമറ എന്ന സെക്ഷനിലോട്ട് പോകാം. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഈ LED ലൈറ്റ്സ് വന്നിരിക്കുന്നത് മൊത്തം ബാക്ക് സൈഡിലാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോൺ ഒരു ടേബിളിൻ്റെ മണ്ടേ വെക്കുകയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേ മുകളിൽ വരുന്ന രീതിയിലാണ് ഫോൺ പ്ലേസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഡിസ്പ്ലേ താഴെ വരുന്ന രീതിയിൽ വെക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അത് ഡിസ്പ്ലേക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്, സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് നോക്കിക്കഴിയുവാണെങ്കിൽ കാണാൻ പറ്റും എന്താണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന്. ഇപ്പം നമ്മളിത് തലയും കുത്തി വെച്ചേക്കുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കും, ആ ഒരു ലൈറ്റ് കത്തുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ എന്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്, എന്ത് നോട്ടിഫിക്കേഷനാണ് വന്നതെന്നൊന്നും കാണാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ LED ലൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും റിംഗ് ടോൺ അനുസരിച്ച്, പക്ഷേ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. എന്താണെന്നറിയത്തില്ല. നമുക്ക് ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഒരേ രീതിയിലാണ് ആ ഒരു LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ RGB ഒക്കെ വരുന്ന ചില ഫോൺസ് LED ലൈറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്യുന്ന കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഏത് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനാണ്. പക്ഷേ ഇത് അത്യാവശ്യം വൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇത് വലിയ രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് ഒരു 1.5 മണിക്കൂർ
ദിവസത്തേക്ക് ഒരു 2% ബാറ്ററി, ആ ഒരു രീതിയിലാണ് ബാറ്ററി ഡ്രെയിൻ ആകുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റ് നമുക്ക് ഒരു ഫില്ലായിട്ടായിട്ട് എടുക്കാം. അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് ചെറിയ അടുത്ത് വെച്ച് നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അടുത്ത് വെച്ച് എന്തെങ്കിലും ഒബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇതൊരു ഫില്ലായിട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡിലോട്ട് വരാം. ഇതിൽ കൊടുത്തിരിക്കുന്ന 1080pയുടെ ഒരു 60 Hz to 120 Hz സപ്പോർട്ട് ചെയ്യുന്ന 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്ന ഒരു OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഫോണുകളെല്ലാം ആമലോയിഡ്, സൂപ്പർ ആമലോയിഡ് ഒക്കെ കൊടുക്കുമ്പം ഇവരിവിടെ OLED പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോണിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബ്രൈറ്റ്നസിൻ്റെ അളവെന്ന് വെച്ചാൽ 1200 നിറ്റ്സ് ആണ്. അതിനോടൊപ്പം തന്നെ ഇവർ മെയിൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ പൊസിഷൻ വന്നിരിക്കുന്ന ലെഫ്റ്റ് കോർണറിലാണ്. ഒരു പഞ്ചോൾ ഡിസൈനിലാണ് ക്യാമറ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഹെവി ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഫ്രെയിം ഡ്രോപ്സ് ഈ ഒരു ഫോണിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നത്തിങ് വോയിസ് നോക്കുവാണെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ സിമിലറായിട്ടാണ് നിൽക്കുന്ന. ഇവർ ആപ്ലിക്കേഷനെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന, ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന, ഇവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ തീം കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 റെക്കോർഡറും 2 ക്യാമറയുമാണ്. അപ്പോൾ 2 ആപ്ലിക്കേഷൻസും ബാക്കിയുള്ള ഇതുവരെ നമ്മൾ കണ്ട ആപ്ലിക്കേഷൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ ആപ്ലിക്കേഷൻസിലും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് പറയുകയാണെങ്കിൽ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 33 വാട്ടിൻ്റെ വയർ ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യുന്ന. Type C ചാർജിങ് ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൽ ബ്ലൂടൂത്ത് വരുന്നില്ല, അതുപോലെ തന്നെ 5G വരുന്നില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബോട്ടം സ്പീക്കറിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് കേൾക്കുന്നത്. മുകളിലുള്ള സ്പീക്കറിൽ നിന്ന് അത്ര സൗണ്ട് കേൾക്കുന്നതിന് ഒരു 80% സൗണ്ട് വരുന്ന ബോട്ടം ഫയറിങ്ങിൽ നിന്നും, മുകളിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ വന്നിരിക്കുന്ന ഇയർ പീസിൽ നിന്ന് ഏകദേശം ഒരു 20% മാത്രമേ നമുക്ക് ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ. IP53യുടെ വാട്ടർ പ്രൂഫ് ആണ് എന്ന് വെച്ച് നമുക്ക് ഫോൺ വെള്ളത്തിൽ മുക്കാനൊന്നും പറ്റത്തില്ല. ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ കണ്ടന്റിനെയൊക്കെ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫോൺ വെള്ളത്തിൽ മുക്കത്തക്ക രീതിയിൽ വാട്ടർ പ്രൂഫ് അല്ല. ഇനി ഇതിന് ക്യാമറയിലോട്ട് വരാം. ഇതിന് ക്യാമറ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് ഇതിൽ തരുന്നത്. 50 MBയുടെ മെയിൻ ക്യാമറ ആണ് വന്നിരിക്കുന്നത്. സോണി IMX766 എന്ന് പറഞ്ഞ സെൻസറാണ് വന്നിരിക്കുന്നത്. ഇതേ സെൻസർ തന്നെയാണ് അസൂസിൻ്റെ പ്രോ ഫോൺ 6ലും OnePlus Note 2Tയിലും വന്നിരിക്കുന്നത്. അപ്പം അതിൽ വന്നിരിക്കുന്ന സെയിം ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിലും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 140 ഡിഗ്രിയുടെ അൾട്രാ വൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കഴിയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ശാസ്ത്രീയ, രണ്ടാമത്തെ കാര്യം ഇതൊരു പേപ്പർ ബോക്സാണ്. പേപ്പറും കാർഡ്ബോർഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ തന്നെ അത് നേച്ചറിലോട്ട് തന്നെ ചേർന്നോളും. പിന്നെ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ബോക്സാണ്, പ്ലാസ്റ്റിക് ഫ്രീ ആണ്. നമ്മുടെ സാംസങ്, ആപ്പിളൊക്കെ ചാർജറൊക്കെ എടുത്ത് മാറ്റി പരിസ്ഥിതി സ്നേഹം, പ്രകൃതി സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതല്ലാതെ ആ ഒരു ചാർജർ വേറെ ഒരു കവറിട്ട് വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. എന്നാലും ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പേപ്പർ ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഒരു ബോക്സിൽ നമുക്ക് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്, ഫോൺ കിട്ടുന്നുണ്ട്, സിം ഇൻജെക്റ്റിംഗ് ടൂൾ ഇതൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫൈനലായിട്ട് പറയുവാണെങ്കിൽ ഇതിൻ്റെ എക്കോ സിസ്റ്റം. ഒരു എക്കോ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിൻ്റെ രീതിയിൽ, അതായത് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് എടുക്കുവാണെങ്കിൽ അവരുടെ രീതിയിൽ നിന്ന്, അവരുടെ സൈഡിൽ നിന്ന് ഒരു ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ഐഫോൺ എന്ന രീതിയിലും, ആപ്പിളിൻ്റെ ഇയർഫോൺ ആണെങ്കിൽ നമുക്ക് എയർപോഡ് എന്ന രീതിയിലും, ആപ്പിളിൻ്റെ ടാബ്ലറ്റ് നമുക്ക് ഐപാഡ് എന്ന രീതിയിലും, ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് നമുക്ക് ഐമാക് എന്ന രീതിയിലും, ആപ്പിളിൻ്റെ വാച്ച് നമുക്ക് iWatch എന്ന രീതിയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. iWatch നമുക്കെടുത്ത് ആപ്പിൾ ഫോണിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ആപ്പിളിൻ്റെ എയർപോഡ്, അത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആപ്പിൾ ഡിവൈസുകളോടൊപ്പം. അതായത് നമുക്ക് ഇപ്പം ആപ്പിൾ ഫോണുമായിട്ട് ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐമാക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേ പ്രോഡക്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് മിസ്സാകും. സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചറൊക്കെ നമുക്ക് മിസ്സാകും. അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ്, കംപ്ലീറ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആപ്പിളിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന പ്രോഡക്റ്റിലൂടെ ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ സാംസങ്ങിൽ തുടങ്ങിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച്, സാംസങ് ഗാലക്സി ഫോൺസ്, ബാക്കിയുള്ള ഫോൺസ്, പിന്നെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള അവരുടെ ലാപ്ടോപ്പ്, അവരും ഇതുപോലെ തന്നെ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി അടുത്തായിട്ട് നത്തിങ് ആണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിരിക്കുന്ന അവരുടെ രീതിയിലുള്ള എക്കോസിസ്റ്റം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് അവരെടുത്തതെന്ന് വെച്ചാൽ ട്രൂ വയർലെസ് സ്റ്റീരിയോ ഇയർബഡ്സ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് നത്തിങ് ഇയർ 1 എന്ന രീതിയിൽ. അതിനുശേഷം ഇവർ ഈ ഒരു നത്തിങ് ഫോൺ 1ൻ്റെ പേരിൽ ഒരു ഫോൺ ഇറക്കി. ഇനി അടുത്തായിട്ട് ഇനി അവരുടെ എക്കോസിസ്റ്റത്തിന് വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു ഡിവൈസുകൾ തമ്മിൽ എല്ലാം ഒരു കണക്ഷൻ കാണും, എല്ലാം ഒന്ന് സിങ്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് തക്ക രീതിയിലായിരിക്കും ഇവരിതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.